മാസ പുലരികളെ ഭക്തിസാന്ദ്രമാക്കുവാൻ രാമായണശീലുകളുമായി നമ്മുടെ സ്വന്തം മലബാർ ചാനലിൽ ഐമ അവതരിപ്പിക്കുന്ന രാമായണ പാരായണം വാത്മീകം. രാമായണ മാസത്തിൽ ദിവസവും രാവിലെ 6 മണിക്കും പുനഃസംപ്രേഷണം വൈകിട്ട് 6 മണിക്കും. രാമായണ പാരായണം ജ്യോത്സ്യൻ സേതുമാധവൻ പണിക്കർ, എളാട്ടേരി. വാത്മീകം രാമായണ പാരായണം മറക്കാതെ കാണുക. ചൊല്ലെന്തു പറഞ്ഞതോ നീ സഖേ, വല്ല വൃത്താന്തമിതെന്നോടു ചൊല്ലണം എന്നതു കേട്ടു ശുഗനും അഗസ്ത്യനോടന്നേരമാച്ചു. സത്യം പറഞ്ഞിടിന മജ്ജനത്തിനെഴുന്നള്ളിയ ശേഷമേ നിജ്ജനത്തോടു വീണ്ടും വന്നരുൾ ചെയ്തു. വ്യഞ്ജനം മാംസസമന്വിതം വേണമെന്നഞ്ജസ. ഞാനതു കേട്ടിതു ചെയ്തതും ഇത്തം സുഗോക്തികൾ കേട്ടോരഗസ്ത്യനും ചിത്തേയെ മുഹൂർത്തം വിചാരിച്ചരുളിനാൻ. വൃത്താന്തമുൾക്കാമ്പു കൊണ്ടു കണ്ടോരളവുൾത്താപമോടരുൾ ചെയ്താനഗസ്ത്യനും. വഞ്ചിതന്മാരായി വയംബദയാമിനി സഞ്ചാരികളിതു ചെയ്തതു നിർണയം. ഞാനുമതികൂഢനായി ചമഞ്ഞൻ ബലാലൂനവരാവിധിതൻ മതമെന്നുമേ വിദ്യയായി വന്നുകൂടാ മമ ഭാഷിതം. സത്യപ്രധാനനല്ലോ നീയു വകയാൽ നല്ലതു വന്നുകൂടും. മേലിൽ നിർണയം കല്യാണമായി ശാപമോക്ഷവും നൽകുവാൻ. ശ്രീരാമപത്നിയെ രാവണൻ കൊണ്ടുപോയ രാമസീംനി വെച്ചുകൊള്ളും ദൃഢം. രാവണഭൃത്യനായി നീയും വരും ചിരം, കേവലം നീയവനിഷ്ടനായും വരും. രാഘവൻ വാനരസേനയുമായി ചെന്നു രാകുലമെന്നിയേ ലങ്കാപുരാന്തികെ 4 പുറവും വളഞ്ഞിരിക്കുന്നൊരു കാലമവസ്ഥയറിഞ്ഞു വന്നിടുവാൻ. നിന്നയയ്ക്കും ദശാനനന്നു നീ ചെന്നു വണങ്ങുക രാമനെ സാദരം. പിന്നെ വിശേഷങ്ങളൊന്നൊഴിയാതെ പോയി ചെന്നു ദശമുഖൻ തന്നോടു ചൊല്ലുക. രാവണൻ ആത്മതത്വോപദേശം ചെയ്തു. ദേവപ്രിയനായി വരും പുനരാശു നീ, രാക്ഷസഭാവമശേഷമുപേക്ഷിച്ചു സാക്ഷാൽ ദ്വിജത്വവും വന്നുകൂടും ദൃഢം. ഇത്തമനുഗ്രഹിച്ചു കലശോത്ഭവൻ സത്യം തപോധനവാക്യം മനോഹരം. സാരനായൊരു ശുകൻ പോയനന്തരം ഘോരനാം രാവണൻ വാഴുന്ന മന്ദിരെ വന്നിതു രാവണ മാതാവുതൻ പിതാ. ഖിന്നനായി രാവണനെ കണ്ടു ചൊല്ലുവാൻ സൽക്കാരവും കുശലപ്രശനവും ചെയ്തു. രക്ഷോവരനുമിരുത്തി യഥോചിതം കൈകസി. താതന്മതിമാൻ വിനീതിമാൻ കൈകസി നന്ദനൻ തന്നോടു ചൊല്ലിനൻ. ചൊല്ലുവാൻ ഞാൻ തവ നല്ലതു പിന്നെ നീയെല്ലാം നിനക്കൊത്തവണ്ണമനുഷ്ഠിക്ക. ദുർനിമിത്തങ്ങളീ ജാനകിലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ടു കാണുന്നു. കണ്ടിലയോ നാസഹേതുക്കളായി
ദശകണ്ഠ പ്രഭോ നീ നിരൂപിക്ക മനസേ. ദാരുണമായിടിവെട്ടുന്നിതന്വഹം ചോരയും പെയ്യുന്നിതുഷ്ണമായെത്രയും. ദേവലിംഗങ്ങളിളകി വിയർക്കുന്നു ദേവിയാം കാണിയും ഘോരദംഷ്ടാനിതോ നോക്കുന്നത് ചിരിച്ചു കാണാകുന്നു. ഗോക്കളിൽ നിന്നു ഖരങ്ങൾ ജനിക്കുന്നു. മൂഷികന്മാർ ജാരനോടു പിണങ്ങുന്നു. രോഷാൽ നകുലങ്ങളോടും അവണ്ണമേ പന്നഗജാലം ഗരുഡനോടും തഥാ നിന്നെതിർത്തിടിനാൻ തുടങ്ങുന്നു നിശ്ചയം. മുണ്ടനായേറ്റം കരാള വികടനായി വർണ്ണവും പിംഗല കൃഷ്ണമായി സന്തതം കാലനയുണ്ടു കാണുന്നിതെല്ലാടവും. കാലമാപത്തിനുള്ളൊന്നിതു നിർണയം. ഇത്തരം ദുർനിമിത്തങ്ങളുണ്ടായതിനത്രൈവ ശാന്തിയെ ചെയ്തു കൊള്ളണമേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവാനേതുമേ സംശയമെന്നിയെ സീതയെ കൊണ്ടുപോയി രാമപാദേ വെച്ചു വന്ദിക്ക വൈകാതെ. രാമനാകുന്നതു വിഷ്ണു നാരായണൻ വിദ്വേഷമെല്ലാം ത്യജിച്ചു ഭുജിച്ചു കൊള്ളുകദ്വയനാം പരമാത്മാനമവ്യയം. ശ്രീരാമപാദബോധം കൊണ്ടു സംസാര വാരിധിയെ കടക്കുന്നിതു യോഗികൾ. ഭക്തി കൊണ്ടന്ധകരണവും ശുദ്ധമായി മുക്തിയെ ജ്ഞാനികൾ സിദ്ധിച്ചു കൊള്ളുന്നു. ദുഷ്ടനാം നീയും വിശുദ്ധനാം ഭക്തി കൊണ്ടൊട്ടുമേ കാലം കളയാതെ കണ്ടു നീ രാക്ഷസവംശത്തെ രക്ഷിച്ചു കൊള്ളുക. സാക്ഷാൽ മുകുന്ദനെ സേവിച്ചു കൊള്ളുക. സത്യമത്രേ ഞാൻ പറഞ്ഞതു കേവലം പഥ്യം നിനക്കിതു ചിന്തിക്ക മാനസേ. സാന്ത്വനപൂർവം ദശമുഖൻ തന്നോടു ശാന്തനാം മാല്യവാൻ വംശരക്ഷാർത്ഥമായി ചൊന്നതു കേട്ടു പറഞ്ഞു ദശമുഖൻ. പിന്നെയും മാല്യവാൻ തന്നോടു ചൊല്ലിനാൻ മാനവനായക കൃപണനാം രാമനെ മനസ്സേ മാനിപ്പതിനെന്തു കാരണം. മർക്കടാലംബനം നല്ല സാമർത്ഥ്യമെന്നുൾക്കാമ്പിലോർക്കുന്നവൻ ജലനെത്രയും. രാമൻ നിയോഗിക്കയ വന്നിതെന്നോടു സാമപൂർവം പറഞ്ഞു ഭവൻ നിർണയം. നേരത്തു പോയാലും ഇനി വേണ്ടുന്ന ചാരത്തു ചൊല്ലിവിടുന്നുണ്ടു നിർണയം. വൃദ്ധൻ ഭവാനതേ സ്നിഗ്ധനാം മിത്ര മിത്യുക്തികൾ കേട്ടാൽ പുറത്തുകൂടാ ദൃഢം. ഇത്തം പറഞ്ഞ മാത്യന്മാരുമായി ദശവക്ത്രനും പ്രാസാദമൂർധനികരേറിനാൻ. വാനരസേനയും കണ്ടകമേ ബഹുമാനവും കൈക്കൊണ്ടിരിക്കും ദശാന്തരേ യുദ്ധത്തിനായി. രജനീശ്വര വീരരെ സത്വരം തത്ര വരുത്തി വാഴും വിധോ. രാവണനെ കണ്ടു കോപിച്ചു രാഘവദേവനും സൗമിത്രിയോടുവിൽ വാങ്ങിനാൾ. 10 കിരീടവും കൈകളിരുപതും വൃത്രനോടൊത്ത ശരീരവും ശൗര്യവും 10 കിരീടങ്ങളും കുടയും നിമിഷാർദ്ദേന ഖണ്ഡിച്ച നേരത്തു രാവണൻ നാണിച്ചു താഴത്തിറങ്ങി ഭയം കൊണ്ടു. ബാണത്തെ നോക്കി നോക്കി ചിരിച്ചിടിന മുഖ്യപ്രഹസ്ത പ്രമുഖ പ്രവരന്മാരൊക്കവേ വന്നു തൊഴുതോരനന്തരം
യുദ്ധമേറ്റിടുവിൻ കോട്ടയിൽ പുക്കടച്ചത്യന്ത ഭീത്യ വസിക്കയില്ലത്ര നാം. ഭേരി മൃദംഗടക്ക പണവാനക ദാരുണ ഗോമുഖാദ്യങ്ങൾ വാദ്യങ്ങളും വാരണശ്വേശ്വോഷ്ട്രഖരഹരി ശാർദൂല സൈരിഭസ്യം മുഖ്യയാനങ്ങളിൽ ഗഡ്ഗശൂലേഷു ചാപപ്രാസതോമര മുൽഗരയഷ്ടി ശക്തി ഛുരികാദികൾ ഹസ്തേ ധരിച്ചുകൊണ്ടസ്തഭിത്യാജവം യുദ്ധത ബുദ്ധിയോ ഉടബ്ധികളദ്രികളുർവിയും തൽക്ഷണമുദ്ധൂതമായതു സത്യലോകത്തോളം. വജ്രഹസ്താശയിൽ പൂക്കാൻ പ്രഹസ്തനും വജ്രദ്രഷ്ടൻ തഥാ ദക്ഷിണ ദിക്കിലും ദുശ്യവനാരിയം മേഘനദൻ തഥാ പശ്ചിമ ഗോപുരദ്വാരി പുക്കീടിനാൻ. മിത്രവർഗാമാത്യഭൃത്യജനത്തോടു മുത്തരദ്വാരി ബുക്കൻ ദശവക്ത്രനും നീലനും സേനയും പൂർവദിഗോപുരേ മാലിതനയനും ദക്ഷിണ ഗോപുരേ വായുതനയനും പശ്ചിമ ഗോപുരേ മായാ മനുഷ്യനാമാദിനാരായണൻ മിത്രതനയ സൗമിത്രി വിഭീഷണ മിത്ര സംയുക്തനായി ഉത്തര ദിക്കിലോ. ഇത്തമുറപ്പിച്ചു രാഘവ രാവണ യുദ്ധം പ്രവൃത്തമായി വന്നു. വിചിത്രമായിരം കോടി മഹാകോടികളോടുമായിരമർബുദമായിരം ശംഖങ്ങൾ, 1000 പുഷ്പങ്ങൾ, 1000 കൽപ്പങ്ങളായിരം, ലക്ഷങ്ങളായിരം ദണ്ഡങ്ങൾ, 1000 ധൂളികളായിരമായിരം തോയാകാര പ്രളയങ്ങളെന്നിങ്ങനെ സംഖ്യകളോടു കലർന്ന കവിബലം ലങ്കാപുരത്തെ വളഞ്ഞാരതിദ്രുതം പൊട്ടിച്ചടർത്ത പാഷാണങ്ങളെ കൊണ്ടും മുഷ്ടികൾ കൊണ്ടും മുസലങ്ങളെ കൊണ്ടും ഉർവീരുഹം കൊണ്ടും ഉർവീധരം കൊണ്ടും സർവതോ ലങ്കാപുരം തകർത്തിടിന. കോട്ടമതിലും കിടങ്ങും തകർത്തുടൻ കൂട്ടമിട്ടാതോ വിളിച്ചെടുക്കും നേരം. വൃഷ്ടി പോലെ ശരജാലം പൊഴിക്കയും വെട്ടുകൊണ്ടറ്റു പിളർന്നു കിടക്കയും അസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ ചക്രങ്ങൾ ശക്തികൾ അർദ്ധചന്ദ്രാകാരമായുള്ള പത്രികൾ ഖഡ്ഗങ്ങൾ ശൂലങ്ങൾ കുന്തങ്ങൾ ഈട്ടികൾ മുൽഗര പങ്ക്തികൾ ഭിണ്ടിപാലങ്ങളും തോമരദണ്ഡം മുസലങ്ങൾ മുഷ്ടികൾ ചാമീകര പ്രഭപുണ്ട ശതഗ്നികൾ ഉഗ്രങ്ങളായ വജ്രങ്ങൾ ഇവ കൊണ്ടു നിഗ്രഹിച്ചിടിനാർ നക്തം ജരേന്ദ്രരും. ആർത്തി മുഴുത്തു ദശാസ്യനവസ്ഥകൾ പേർത്തുമറിയവതിനായച്ചിടിനാൽ ശാർദൂലനദിയാം ഡാക്രിഞ്ചരന്മാരെ രാത്രിയിൽ ചെന്നാരവരും കവികളായി മർക്കടേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചടിച്ചുൽക്കട രോഷേണ കൊൽവാൻ തുടങ്ങുമ്പോൾ ആർത്തനാദം കേട്ടു രാഘവനും കരുണാർദ്രബുദ്ധ്യ കൊടുത്താനഭയം ദ്രുതം ചെന്നവരും സുഖധാരണരെ പോലെ ചൊന്നതു കേട്ടു വിഷാദേന രാവണൻ മന്ത്രിച്ചുടൻ വിദ്വിജയജിഹ്വനമായ ദശകന്ധരൻ മൈഥിലി വാഴുമിടം ബുക്കാൻ രാമശിരസും ധനുസുമിതെന്നുടൻ വാമാക്ഷി മുന്നിലാമാറു വെച്ചിടിനാൻ. ആയോധനെ കൊന്നുകൊണ്ടുപോന്നേനെന്നു മായയാ നിർമ്മിച്ചു വെച്ചിതു കണ്ടപ്പോൾ സത്യമെന്നോർത്തു വിലാപിച്ചു മോഹിച്ചു മുഗ്ധാംഗി വീണു കിടക്കും
ദശാന്തരേ വന്നൊരു ദൂതൻ വിരവോടു രാവണൻ തന്നെയും കൊണ്ടുപോന്നിടിനാൻ അന്നേരം. വൈദേഹി തന്നോടു ചൊന്നൾ സരമയും ഖേദമശേഷമകലെ കളക നീ എല്ലാം ചതിയെന്നു തേറിയിടിതൊക്കവേ നല്ല വണ്ണം വരും 4 നാളുള്ളിലെങ്കിൽ ഒരു സംശയം കല്യാണ ദേവതേ വല്ലഭൻ കൊല്ലും ദശാസ്യന നിർണയം. ഇത്തം സരസവാക്യം കേട്ടു ചിത്തം തെളിഞ്ഞിരുന്നിടിനാൾ സരസീതയും മംഗളദേവത. വല്ലഭാജ്ഞാവശാലങ്കദൻ രാവണൻ തന്നോടു ചൊല്ലിനാൻ ഒന്നുകിൽ സീതയെ കൊണ്ടുവന്നെന്നുടെ മുന്നിലാമറുവെച്ചിടുക വൈകാതെ യുദ്ധത്തിനാശു പുറപ്പെടുകല്ല. കിളത്തൽ പൂണ്ടുള്ളിലടച്ചങ്ങിരിക്കലും രാക്ഷസസേനയും ലങ്കാനഗരവും രാക്ഷസരാജനാം നിന്നോടുകൂടവേ സംഹരിച്ചിടുവിൻ ബാണമേതെന്നുള്ള സിംഹനാദം കേട്ടതില്ലയോ രാവണ. ജാനാദഘോഷവും കേട്ടതില്ലേ ഭവാൻ നാണം നിനക്കേതുമില്ലയോ മാനസേ. ഇത്തമധിക്ഷേപവാക്കുകൾ കേട്ടതി ക്രുധനായൊരു രാത്രിഞ്ചരവീരനു വൃത്രാരി പുത്രതനയനെ കൊൽകുന്നു നക്തം ജരാധിപന്മാരോടു ചൊല്ലിന. ചെന്നു പിടിച്ചാർ നിശാചരവീരരും കൊന്നു ചുഴറ്റിയെറിഞ്ഞൻ കവീന്ദ്രനും. പിന്നെ പ്രാസാദവും തകർത്തിടിനാൻ ഒന്നു കുതിച്ചങ്ങുയർന്നു വേഗേന പോയി മന്നവൻ തന്നെ തൊഴുതു വൃത്താന്തങ്ങളൊന്നൊഴിയാതെ ഉണർത്തിനാൻ അങ്കദൻ. പിന്നെ സുഷേണൻ കുമുദൻ നളൻ ഗജൻ ധന്യൻ ഗവയൻ ഗവാക്ഷൻ മരുൾ സുതൻ എന്നിവരാദിയമാനവനരവീരന്മാർ ചെന്നു ചൂഴ്ന്നു കിടങ്ങും നിരത്തിനാൽ കല്ലും മലയും മരവും ധരിച്ചാച്ചു നില്ലെന്നു പറഞ്ഞെടുക്കും നേരം ബാണചാപങ്ങളും വാളും പരിചയം പ്രാണഭയം വരും വെൺമഴുകുന്തവും ദണ്ഡങ്ങളും മുസലങ്ങൾ ഗതകളും ഭിണ്ടിപാലങ്ങളും ഉൽഗരജാലവും ചക്രങ്ങളും പരിഘങ്ങളും ഇട്ടികൾ ശുക്രകജങ്ങളും മറ്റും ഇത്യാദികൾ ആയുധമെല്ലാം എടുത്തു പിടിച്ചുകൊണ്ടായോധനത്തിനടുത്താരക്കരും വാരണദാനവും വാജികൾ നാദവും തേരുരുൾ നാദവും ഞാണൊലിനാദവും രാക്ഷസരാർക്കയും സിംഹനാദങ്ങളും രൂക്ഷതയേറും കവികൾ നിനാദവും തിങ്ങി മുഴുങ്ങിപ്പുഴങ്ങി പ്രപഞ്ചവും എങ്ങുമിടതൂർന്നു മാറ്റൊലി കൊണ്ടുതേ ജംഭാരി മുമ്പാം നിലം നിലിംബരും കിന്നര കിംപുരുഷോരഗുഹ്യസംഘവും ഗന്ധർവ സിദ്ധ വിദ്യാധര ചാരണാദ്യന്തരീക്ഷാന്തരെ സഞ്ചരിക്കും ജനോ നാരദനാദികളായ മുനികളും ഘോരമായുള്ള യുദ്ധം കണ്ടുകൊള്ളുവാൻ നാരികളോടു വിമാനയാനങ്ങളിലാരോഗ്യ പുഷ്കരാന്തേ നിറഞ്ഞിടിനാൾ തുങ്കനാമിന്ദ്രജിത്തേറ്റാനതു നേരമംഗദൻ തന്നോടതെന്നു കവീന്ദ്രനും സൂതനെ കൊന്നുതേരും തകർത്താൻ മേഘനാഥനും മറ്റൊരു തേരിലേറിയിടിനൽ മാരുതി തന്നെ വേൽ കൊണ്ടു ചാട്ടിയിടിനൽ
ധീരനാകും ജംബുമാലിനി ശാചരൻ സാരഥി തന്നോടുകൂടവേ മാരുതിധേരം തകർത്തവനെ കൊന്നലറിനാൻ മിത്രതനയൻ പ്രഹസ്തനോടേറ്റിതു നിത്രാരിയോടു വിഭീഷണ വീരനു നീലൻ നികുംഭനോടേറ്റൻ തവനനെ കാലപുരത്തിനയച്ചാൻ മഹാഗജൻ ലക്ഷ്മണനേറ്റാൻ വിരൂപാക്ഷനോടത ലക്ഷ്മീപതിയം ജഗോത്തമൻ തന്നോടു രക്ഷധ്വജാഗ്നിധ്വജാദികൾ 10 പേർ തൽക്ഷണേ പോർ ചെയ്തു ബുക്കാർ സുരാലയം വാനരന്മാർക്കു ജയം വന്നിതന്നേരം ഭാനുവും വാരധി തന്നിൽ വീണിടിന ഇന്ദ്രാത്മജനോടേറ്റു തോറ്റുപോയി ഇന്ദ്രജിത്തംബരാന്തേ മറഞ്ഞിടിനാൽ നാഗാസ്ത്രമേതു മോഹിപ്പിച്ചിതു ബദരാഘവന്മാരെയും വാനരന്മാരെയും വന്ന കവികളെയും നരന്മാരെയും ഒന്നൊഴിയാതെ ജയിച്ചേനിതെന്നവൻ വെന്നിപ്പെരുമ്പറ കൊട്ടിച്ചു മേളിച്ചു ചെന്നു ലങ്കാപുരം തന്നിൽ മേവിടിനാൻ താപസവൃന്ദവും ദേവസമൂഹവും താപം കലർന്നു വിഭീഷണ വീരനും വിഷാദേന ദുഃഖവിഷണ്ണരായി മോഹിതന്മാരായി മരുവും ദശാന്തരേ സപ്തദ്വീപങ്ങളും സപ്താർണവങ്ങളും സപ്തജാലങ്ങളും ഉൾക്ഷോഭമാം വണ്ണം സപ്താശകോടി തേജോമയാനമായി സുവർണാദ്രി പോലെ പവന അബ്ധിദോയം ധിദ്വാഭിത്വാ സുഭക്ഷയോ മോധൂതലോകത്രയത്തോടതിദ്രുതം നാഗാരി രാമപാദം വണങ്ങിടിനാൻ നാഗാസ്ത്രബന്ധനം തീർന്നിതു തൽക്ഷണേ ശാഖാമൃഗങ്ങളും അസ്ത്ര നിർമുക്തരായി ശോകവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാൽ ഭക്തപ്രിയൻ മുതാ പക്ഷിപ്രവരനു ബദ്ധസമ്മോദമനുഗ്രഹം നൽകിനാൻ കൂപ്പിത്തൊഴുതനുവാദവും കൈക്കൊണ്ടു മേൽപോട്ടുപോയി മറഞ്ഞിടിനാൻ താർക്ഷനും മുന്നേതിലും ബലവീരവേഗങ്ങൾ പൂണ്ടുന്നതന്മാരാം കവിവരന്മാരെല്ലാം മന്നവൻ തൻ നിയോഗേന മതങ്ങളും ഒന്നും ശിലയുമെടുത്തെറിഞ്ഞിടിനാ വന്ന ശത്രുക്കളെ കൊന്നു മമാത്മജൽ മന്ദിരം പൊക്കിരിക്കുന്നതിൻ മുന്നമേ വന്നാരവരുമിങ്ങെന്തൊരു വിസ്മയം നന്നു നന്നെത്രയുമെന്നേ പറയാവൂ ചെന്നറിഞ്ഞിടുവിനെന്തൊരു ഘോഷമേതെന്നു ദശാനനൻ ചൊന്നൂരനന്തരം ചെന്നു ദൂതന്മാരറിഞ്ഞു ദശാനനൻ തന്നോടു ചൊല്ലിനാൽ വൃത്താന്തമൊക്കവേ വീരബല വേഗവിക്രമം കൈക്കൊണ്ടു സൂര്യാത്മജാതികളായ കവികുലം ഹസ്തങ്ങൾ തോറുമൂലതവും കൈക്കൊണ്ടു ഭിത്തിതന്നുത്തമംഗത്തിന്മേൽ നിൽക്കുന്നോർ നാണമുണ്ടെങ്കിൽ പുറത്തു പുറപ്പെടുകാണുങ്ങളെങ്കിലെന്നാർത്തു പറകയും കേട്ടതില്ലേ ഭവാനെന്നവർ ചൊന്നതു കേട്ടു ദശാസ്യനും കോപേന ചൊല്ലിനാനവന്മാരെയുമേറെ മതമുള്ള വാനരന്മാരെയും കൊന്നൊടുക്കിടുവാൻ പോകധൂമ്രാക്ഷൻ പടയോടുകൂടവേ വേഗേന യുദ്ധം ജയിച്ചു വരിക നീ ഇത്തമനുഗ്രഹം ചെയ്തയച്ചാനതിക്രുദ്ധനാം ധൂമ്രാക്ഷനും നടന്നിടിനാൻ
ഉച്ചൈസ്തരമായ വാദ്യഘോഷത്തോടും പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടാൻ. മാരുതിയോടെതിർത്താൻ അവനും ചെന്നു. ദാരുണമായതു യുദ്ധവും എത്രയോ വേലസി വെൺമഴുകുന്തം ശരാസനം ശൂലം മുസലം പരിഖഗതാദികൾ കൈക്കൊണ്ടു വാരണവാതിരഥങ്ങളിൽ ഉൾക്കരുത്തോടേറെ രാക്ഷസവീരരും കല്ലും മരവും മലയുമായി പർവ്വതതുല്യ ശരീരികളായ കവികളും തങ്ങളിലേറ്റു പൊരുതുമരിച്ചിതൊന്നിട്ടു അങ്ങുമിങ്ങും മഹാവീരരായുള്ളവർ ചോരയേയുമാറായൊഴുകി പല വഴി ശൂരപ്രവരനാം മാരുതി തൽക്ഷണേ ഉന്നതമായൊരു കുന്നിൻ കൊടുമുടി തന്നെടുത്തെടുത്തെന്നെറിഞ്ഞിടിനാൻ. തേരിൽ നിന്നാ സുഗതയുമെടുത്തുടൻ പാരിലാം മാറുതും നാക്ഷനും ചാടിനാൻ. തേരും കുതിരകളും പൊടിയായതു മാരുതിക്കുള്ളിൽ വർദ്ധിച്ചിതു കോപവും രാത്രിഞ്ചരയൊടുക്കി തുടങ്ങിനാൻ. ആർത്തി മുഴുത്തതു കണ്ടു ധൂമ്രാക്ഷനും മാരുതിയെ ഗത കൊണ്ടടിച്ചിടിനാൻ. ധീരതയോടതിനാകുലമെന്നിയേ ഭാരം വളർന്നൊരു കോപവിവശനായി മാരുതി രണ്ടാമതൊന്നറിഞ്ഞിടിനാൻ. ധൂമ്രാക്ഷനേറുകൊണ്ടും ബർഗുരത്തിങ്കലാമാറു ചെന്നു സുഖിച്ചു വണിടിനാൻ. ശേഷിച്ച രാക്ഷസർ കോട്ടയിൽ പുക്കിതു ഘോഷിച്ചിതങ്കനമാർ വിലാപങ്ങളും വൃത്താന്തമാഹന്ത കേട്ടു. ദശാസ്യനും ചിത്തതാപത്തോടു പിന്നെയും ചൊല്ലിനാൻ. വജ്രഹസ്താരി പ്രവരൻ മഹാബലൻ വജദഷ്ടൻ തന്നെ പോക യുദ്ധത്തിനായി. മാനുഷവാനരന്മാരെ ജയിച്ചഭിമാനകീർത്യ വരികന്നയച്ചിടിനാൻ. ദക്ഷിണ ഗോപുരത്തൂടെ പുറപ്പെട്ടു ചക്രാത്മജനോട് എതിർത്തിടിനാൻ. ദുർനിമിത്തങ്ങളുണ്ടായതന്നൃത്യ ചെന്നു കവികളോടേറ്റു മഹാബലൻ. വൃക്ഷശിലാശൈലവൃഷ്ടി കൊണ്ടേറ്റവും രക്ഷോവരന്മാർ മരിച്ചു മഹാരണേ. ഖഡ്ഗശസ്ത്രശക്തിയാദികളേറ്റു മർക്കടന്മാരും മരിച്ചാരസംഖ്യമായി. പത്തംഗയുക്തമായുള്ള പെരുമ്പട നക്തഞ്ചരന്മാർക്കു നഷ്ടമായി വന്നിതോ. രക്തനദികളൊലിച്ചു പല വഴി നൃത്തം തുടങ്ങി കബന്ധങ്ങളും ബലം. താരേയനും വജ്രദഷ്ട്രനും തങ്ങളിൽ ഘോരമായേറ്റം പിണങ്ങി നിൽക്കും വിധോവാളും പറിച്ചുടൻ വജ്രദംഷ്ട്രൻ ഗളനാളം മുറിച്ചെറിഞ്ഞിടിനാനങ്കദൻ. അക്കഥ കേട്ടാശുനക്തം ജരാധിപൻ ഉൾക്കരുത്തേറുമകമ്പനൻ തന്നെയും വൻപോടയച്ചാനതു നേരം. കമ്പമുണ്ടായതുമേദിനിക്കുന്നേരം ദുഷ്യവനാരി പ്രവരനകമ്പനൻ പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടാൻ. വായുതനയനോടേറ്റവനും നിജ കായം വെടിഞ്ഞു കാലാലയം മേവിനാൻ. മാരുതിയെ സ്തുതിച്ചു മഹാലോകരും പാരം ഭയം പെരുത്തു ദശകണ്ഠനും. സഞ്ചരിച്ചാൻ നിജരാക്ഷസേനയിൽ പഞ്ചദയാസ്യനും കണ്ടാനതു നേരം. രാമേശ്വരത്തോടു സേതുവിന്മേലുമാ രാമദേശാന്തം സുബേലജലോപരി
വാനരസേന പരന്നതും കോട്ടകളൂനമായി വന്നതും കണ്ടോരനന്തരം ക്ഷിപ്രം പ്രഹസ്തനെ കൊണ്ടുവരികെന്നു കൽപ്പിച്ച നേരമവൻ വന്നുകൂപ്പിനാൻ. നീ അറിഞ്ഞില്ലയോ വൃത്താന്തമൊക്കവേ, നായകന്മാർ പടയ്ക്കാറുമില്ലായകയോ? ചെല്ലുന്ന രാക്ഷസവീരരെ കൊല്ലുന്നതും കണ്ടിരിക്കയില്ലെന്നു നാം. ഞാനോ ഭവാനോ കനിഷ്ഠനോ പോർ ചെയ്തു മാനുഷവാനരന്മാരെ ഒടുക്കുവാൻ പോകുന്നതാരെന്നു ചൊൽകുന്നു കേട്ടവൻ. പോകുന്നതിന്നു ഞാനെന്നു കൈകൂപ്പിനാൻ. തന്നുടെ മന്ത്രികൾ 4 പേരുള്ളവർ ചെന്നു 4 അംഗപ്പടയും വരുത്തിനാർ. 4 ലങ്കയിലുള്ള പടയ്ക്കെല്ലാം ആലംബനമാം പ്രഹസ്തൻ മഹാരഥൻ, കുംഭകനും മഹാനാഥനും ദുർമുഖൻ, ജംഭാരി വൈരിയം വീരൻ സമുന്നതൻ. ഇങ്ങനെയുള്ളൊരു മന്ത്രികൾ 4 തിങ്ങിന വൻപടയോടും നടന്നിതോ. ദുർനിമിത്തങ്ങളുണ്ടായതു കണ്ടവൻ തന്നകതാരിലുറച്ചു സന്നദ്ധനായി പൂർവപുരദ്വാരദേശേ പുറപ്പെട്ടു. പാവകപുത്രനോടേറ്റോരനന്തരം മർക്കടന്മാർ ശിലാവൃക്ഷാചലം കൊണ്ടു രക്ഷോഗണത്തെയൊടുക്കി തുടങ്ങിനാൻ. ചക്രഖഡ്ഗപ്രാസശക്തി ശസ്ത്രാസ്ത്രങ്ങൾ മർക്കടന്മാർക്കുമേറ്റൊക്കെ മരിക്കുന്നു. ഹസ്തിവരന്മാരും അശ്വങ്ങളും ചത്തു രക്തം നദികളായൊക്കെ ഒലിക്കുന്നു. അംഭോജ സംഭവ നന്ദനൻ ജാമ്പവാൻ കുംഭഹനുവിനെയും ദുർമുഖനെയും കൊന്നു. മഹാനാഥനെയും സമുന്നതൻ തന്നെയും. പിന്നെ പ്രഹസ്തൻ മഹാരഥൻ നീലനോടേറ്റുടൻ ദ്വന്ദ്വയുദ്ധം ചെയ്തു കാലപുരി പൊക്കിരുന്നരുളേടിന. സേനാപതിയും പടയും മരിച്ചിതു മാനിയാം. രാവണൻ കേട്ടുകോപാന്തനായി ആരെയും പോരിന്നയക്കുന്നതില്ലിനി നേരെ പൊരുതു ജയിക്കുന്നതുണ്ടല്ലോ. നമ്മോടുകൂടെയുള്ളോർകൾ പോന്നിടുക നമ്മുടെ തേരും വരുത്തകന്നാനവൻ. വെൺമതി പോലെ കുടയും പിടിപ്പിച്ചു പൊന്മയമായൊരു തേരിൽ കരറിനാൻ. ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും നീലത്തഴകളും മുത്തുകുടകളും 1000 വാജികളെ കൊണ്ടുപൂട്ടിയ വായുവേഗം പൂണ്ട തേരിൽ കരയേറി മേരു ശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ ഹാരങ്ങളാദിയാമാഭരണങ്ങളും 10 മുഖവും 20 കൈകളും ഹസ്തങ്ങളിൽ ചാപബാണായുധങ്ങളും നീലാദ്രി പോലെ നിശാചരനായകൻ കോലാഹലത്തോടുകൂടെ പുറപ്പെട്ടാൻ. ലങ്കയിലുള്ള മഹാരഥന്മാരെല്ലാം ശങ്കാരഹിതം പുറപ്പെട്ടാരന്നേരം. മക്കളും മന്ത്രികൾ തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യപാലരും തിക്കിത്തിരക്കി വടക്കു ഭാഗത്തുള്ള മുഖ്യമാം ഗോപുരത്തോടെ തിരെതിരെ വിക്രമമേറിയ നക്തഞ്ചരന്മാരെയൊക്കെ പുരോഭുവി കണ്ടു. രാഘവൻ മന്ദസ്മിതം ചെയ്തു നേത്രാന്ത സംജ്ഞയാ മന്ദം വിഭീഷണൻ തന്നോടരുൾ ചെയ്തു. നല്ല വീരന്മാർ വരുന്നതു കാണടോ, ചൊല്ലേണമെന്നോടിവരെ യഥാഗുണം എന്നതു കേട്ടു വിഭീഷണൻ
രാഘവൻ തന്നോടു മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ബാണജാപത്തോടു ബാലാർക്കകാന്തി ഗുണ്ടാനക്കഴുത്തിൽ വരുന്നതകമ്പനൻ. സിംഹധ്വജം പൂണ്ടതേരിൽ കരയേറി സിംഹപരാക്രമൻ. ബാണചാപത്തോടും വന്നവൻ ഇന്ദ്രജിത്താകിയ രാവണനന്ദനൻ. നമ്മെ മുന്നം ജയിച്ചാനവൻ. ആയോധനത്തിനു ബാണചാപങ്ങൾ ഉണ്ടായതമായൊരു തേരിൽ കരയേറി കായം വളർന്നു വിഭൂഷണം പൂണ്ടതികായൻ. വരുന്നതു രാവണാന്തൻ മകൻ. പൊന്നണിഞ്ഞാനക്കഴുത്തിൽ വരുന്നവൻ ഉന്നത നേറ്റം മഹോദരൻ മന്നവ. വാജിമേലേറി പരികം തിരിപ്പവനാജി ശൂരേന്ദ്രൻ വിശാലൻ നരാന്തകൻ. വെള്ളരുതിൻ മുകളേറി ത്രിശൂലവും തുള്ളിച്ചിരിക്കുന്നവൻ ത്രിശിരസല്ലോ. രാവണൻ തൻ മകൻ മറ്റേതിനങ്ങേതോ ദേവാന്തകൻ തേരിൽ വന്നതു മന്നവ. കുംഭകർണാത്മജൻ കുംഭനങ്ങേതവൻ തമ്പിനി കുംഭൻ പരികായുധനല്ലോ. ദേവകുലാന്തകനാകിയ രാവണനേവരോടും നമ്മെ വെൽവാൻ പുറപ്പെട്ടു. ഇത്തം വിഭീഷണൻ ചൊന്നതു കേട്ടതിനുത്തരം രാഘവൻ താനുമരുൾ ചെയ്തു. യുദ്ധേ ദശമുഖനെ കൊല ചെയ്തുടൻ ചിത്തകോപം കളഞ്ഞിടുവനിന്നു ഞാൻ എന്നരുളി ചെയ്തു. നിന്നരുളും നേരം വന്ന പടയോടു ചൊന്നാന്തശാസ്യനും. എല്ലാവരും നാം ഒഴിച്ചു പോന്നാലവർ ചെല്ലുമകത്തു കടന്നൊരു ഭാഗമേ. പാർത്തു ശത്രുക്കൾ കടന്നുകൊള്ളും മുന്നേ കാത്തുകൊള്ളുവിൻ നിങ്ങൾ ചെന്നു ലങ്കാപുരം. യുദ്ധത്തിനിന്നു ഞാൻ പോരും ഇവരോടു ശക്തിയില്ലായ്കയുമില്ലിതിന്നേതുമേ. ഏവം നിയോഗിച്ച നേരം നിശാചരേവരും ചെന്നു ലങ്കാപുരം നേവിന. വൃന്ദാരകാരാദി രാവണൻ വാനരവന്ദത്തെയ്തു തള്ളി വിട്ടിടിനൻ. വാനരേന്ദ്രന്മാരഭയം തരികന്നു മാനവേന്ദ്രൻ കാൽക്കൽ വീണിരുന്നിടിനൻ. വില്ലും ശരങ്ങളുമാസു കൈക്കൊണ്ടു കൗസല്യാതനയനം പോരിന്നൊരുമിച്ചപ്പോൾ. വമ്പനായുള്ളോരിവനോടു പോരിനു മുമ്പിൽ അടിയനനുഗ്രഹം നൽകണം എന്നു സൗമിത്രി ചെന്നിരുന്നിടിനാൽ. മന്നവൻ താനുമരുൾ ചെയ്തിതന്നേരം രാമ ഹരേ. കർക്കടക മാസ പുലരികളെ ഭക്തിസാന്ദ്രമാക്കുവാൻ രാമായണശീലുകളുമായി നമ്മുടെ സ്വന്തം മലബാർ ചാനലിൽ ഐമ അവതരിപ്പിക്കുന്ന രാമായണ പാരായണം വാത്മീകം. രാമായണ മാസത്തിൽ ദിവസവും രാവിലെ 6 മണിക്കും പുനഃസംപ്രേഷണം വൈകിട്ട് 6 മണിക്കും. രാമായണ പാരായണം ജ്യോത്സ്യൻ സേതുമാധവൻ പണിക്കർ എളാട്ടേരി. വാത്മീകം രാമായണ പാരായണം മറക്കാതെ കാണുക.